കീമിന്റെ സെക്കൻഡ് അലോട്ട്മെന്റ് റിസൾട്ട് ഇപ്പോൾ പബ്ലിഷ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് റിസൾട്ട്സ് എന്ന് കാണാൻ പറ്റും. അത് ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് കോളേജിലാണ് ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ വന്നേക്കുന്നത് കാണാൻ പറ്റും. ഏത് കോഴ്സ് ആണ് എന്നുള്ളതെല്ലാം ഫൈനലായിട്ട് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇനി ഒരു തേർഡ് അലോട്ട്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ചിലപ്പോൾ കാണാൻ പറ്റും. പക്ഷേ അതിന് കുറച്ച് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തിയായിരിക്കും അത് പറയാൻ പോകുന്നത്. ഇപ്പോഴെന്തായാലും നിങ്ങൾ ഇപ്പൊ ഈ കിട്ടിയ ഫൈനൽ മീൻസ് സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയ കോളേജിൽ പോയി ജോയിൻ ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ അതിന്റെ ഒരു ഫോട്ടോ കോപ്പി അല്ലെങ്കിൽ അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് എടുത്ത് വെച്ചേക്കണം. അതുകൊണ്ട് വേണം നിങ്ങൾ കോളേജിൽ പോകാൻ. ഇനി കോളേജിൽ എന്തൊക്കെയാണ് കൊണ്ടുപോകണമെന്നുള്ള ലിസ്റ്റ് അത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്ന് പറഞ്ഞായിരുന്നു. ഒന്നും കൂടി ഞാനത് ഓർമ്മപ്പെടുത്താം. അടുത്ത ഒരു വീഡിയോയിൽ അത് വരുന്നുണ്ട്. നിങ്ങൾ ഇനി കോളേജിൽ പോകേണ്ട ദിവസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20-ാം തീയതി തൊട്ട് എന്ന് പറഞ്ഞാൽ നാളെ മുതൽ 24-ാം തീയതി 4 മണി വരെയാണ് നിങ്ങൾ കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. ഇനിയിപ്പോ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ വന്നേക്കുന്നത് നിങ്ങൾ ഉദ്ദേശിച്ച കോളേജ് അല്ലെങ്കിൽ പോലും നിങ്ങൾ ഇപ്പൊ കിട്ടിയ കോളേജിൽ പോയി ജോയിൻ ചെയ്തുകൊണ്ട് അടുത്ത അലോട്ട്മെന്റിന് വേണ്ടി വേണ്ടവർ വെയിറ്റ് ചെയ്തിട്ട് പോയ ശേഷം ഇനി അടുത്ത അലോട്ട്മെന്റിന് ഇനി പുതിയ കോളേജ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജ് കിട്ടുവാണെങ്കിൽ ഇവിടെ കൊടുത്ത ഫീസൊക്കെ അത് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തോളും കേട്ടോ. അപ്പൊ എന്തായാലും സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് കിട്ടിയ കോളേജിൽ ഉറപ്പായിട്ടും പോയി ജോയിൻ ചെയ്തില്ല എങ്കിൽ നിങ്ങൾ അലോട്ട്മെന്റിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കുകയും ചെയ്യും. അതുകൊണ്ട് സെക്കൻഡ് അലോട്ട്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ കോപ്പിയൊക്കെ എടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് അതല്ല ഇപ്പൊ വേണ്ടത്. സെക്കൻഡ് അലോട്ട്മെന്റിന്റെ കൃത്യമായിട്ടുള്ള ഇപ്പോൾ കിട്ടിയ കോളേജിന്റെ ആ കോപ്പി വേണം എടുത്തുകൊണ്ട് പോകാൻ. ഉറപ്പായിട്ടും എല്ലാവരും അലോട്ട്മെന്റ് ഇനിയും വേണ്ടവർ പോലും എന്ന് പറഞ്ഞാൽ അടുത്ത അലോട്ട്മെന്റിൽ പോകേണ്ടവരാണെങ്കിൽ പോലും ഇപ്പൊ ഈ സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിയ കോളേജിൽ പോയി ജോയിൻ ചെയ്യുക തന്നെ വേണം കേട്ടോ. ഇനി അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, അതുകൊണ്ട് ഇതവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാം പണി പാളുകയും ചെയ്യും. ഇനി എന്തൊക്കെയാണ് കോളേജിൽ പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ഉടൻ തന്നെ മീൻസ് നിങ്ങൾക്ക് അതൊരു കുറെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അതിന് മാത്രമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഒന്നും കൂടി നമ്മളൊരു വീഡിയോ അതിനുവേണ്ടി ഇറക്കും. എന്തൊക്കെയാണ് കോളേജിൽ കൊണ്ടുപോകേണ്ട പ്രൂഫുകളും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ എല്ലാവരും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് റെഡിയാക്കി വെച്ചേര്. ഇനിയിപ്പോ നമ്മുടെ കോളേജിലോട്ട് പോയി പഠിക്കേണ്ട സമയമാണ്. കോളേജിൽ പോയി സബ്മിറ്റ് ചെയ്യുക, കാര്യങ്ങളെല്ലാം ചെയ്യുക. ഇനിയിപ്പോൾ ഉടൻ തന്നെ നമ്മുടെ കോളേജൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ട പ്രൂഫുകളും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് വരികയും ചെയ്യും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.